ഓവർ ദി ഇയേഴ്സ് നമ്മളിപ്പോ കണ്ടുവരുന്നത് ഇപ്പൊ CSK സംബന്ധിച്ചിടത്തോളം സെയിം ടീം വെച്ചിട്ട് തന്നെ ഏകദേശം എല്ലാ കളികളും കൊണ്ടുപോകും. അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുകയാണ്. ഞാൻ ഒന്ന് കാണാറുണ്ട്, ഈ ഷർദുൽ ഠാക്കൂറിന് എന്തിനാ വീണ്ടും വീണ്ടും ഇറക്കണം, എപ്പോഴും അടി കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ ചില കളികൾ വരുമ്പോൾ പുള്ളിക്കാരെ അവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിക്കറ്റ് എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ പക്ഷെ RCBയിൽ ആ കേസ് വരുന്നില്ല. മിക്ക പ്ലേയേഴ്സിനെ അവർ മാറ്റി, എത്രയോ പ്ലേയേഴ്സ് വന്നു പോയിട്ടുണ്ട്. നമുക്ക് പറയുമ്പോ അവര് ഏറ്റവും ലോയൽ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും വിരാട് കോഹ്ലിന് പക്ഷേ ഇതൊരു ലോയൽ പ്ലേയേഴ്സിനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ. ഇപ്പൊ നോക്കി ലിവിങ്സ്റ്റൺ ആദ്യത്തെ കളി കളിച്ചില്ല, അപ്പൊ തന്നെ ബത്തലിനെ ഇറക്കി. അപ്പൊ എങ്ങനെയുണ്ടാവും, മാറ്റി പരീക്ഷിച്ചു. അവിടെ ഒരു പക്ഷേ ഒരു സ്പേസ് കൃത്യമായിട്ട് കൊടുത്താൽ ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സ് വന്നു പോയിട്ടുള്ളത് RCBയിൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഒരു പക്ഷെ ആ ടീം ഇറങ്ങി പോയിട്ട് നല്ല പ്ലേയേഴ്സ് ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷത്തെ ഒരു സ്ക്വാഡ് ഉണ്ട് RCBയിൽ കളിച്ചിട്ടുള്ള പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് സ്റ്റിൽ കളിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്ലേയേഴ്സ് ഇപ്പൊ വിരാട് കോഹ്ലി, ട്രാവിസ് ഹെഡ്, ശിവൻ ദൂബെ, KL രാഹുല്, പിന്നെ അങ്ങനെ വാട്സൺ, ഗെയില് അങ്ങനെ കളിച്ചിട്ടായിരുന്നു. അവരൊക്കെ ഏകദേശം ഒരേ ടൈമിൽ ടീമിൽ കളിച്ചിട്ടുണ്ട്. സ്റ്റോയിൻസ്, അവരെല്ലാരും ഒരുമിച്ച് ആ ടീമിൽ കളിക്കുകയാണെങ്കിൽ അത് ഇവരൊക്കെ ഒരേ ടൈമില് ടീമിൽ കളിച്ചിട്ടുണ്ട്. ആ വർഷം മുന്നേ ഇടയിലൊന്നല്ല.